ഇന്ന് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ബിസ്മിയുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബിസ്മിയുടെ വീട് തൃപ്പൂണിത്തുറയാണ്. അപ്പം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞത് നേരെ ക്യാബ് കഴിഞ്ഞ് 2 ബസ്സും പിടിച്ച് നമ്മളത് അവിടേക്ക് പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഓടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. കാരണം ഞാനാണെങ്കിൽ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുമില്ല. 2 ബസ് മാറിക്കയറി വന്നതിൻ്റെ വിശപ്പുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ട് ഒന്ന് ചായ കുടിക്കാനുള്ള മൈൻഡിലാണ് പോകുന്നത്. അവിടെ എത്തിയത് നല്ല ചായയും അതുപോലെ തന്നെ ചക്കട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലാവിലയിലൊക്കെ പോകുന്ന നല്ല ചക്കട. അത് കഴിച്ച് ഞങ്ങൾ വയറ് നിറച്ചു. എനിക്കാണെങ്കിൽ ചായ കിട്ടിക്കഴിഞ്ഞാൽ കുറേ സമാധാനമാവും. കാരണം എനിക്കൊന്നും ഒരിക്കലും ചായ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എപ്പോൾ കിട്ടിയാലും ഞാൻ കുടിക്കും ചായ. അങ്ങനെ ഒരു അഡിക്ഷനാണ് അത്. അത്ര നല്ലതല്ലാന്നറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചിപ്സും ക്രാക്ക് ചാക്കും. അപ്പം ഞങ്ങളത് മേടിച്ച ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിയൊക്കെ ഇരുന്ന് വർത്താനം പറയുമ്പോഴത്തേക്ക് കഴിച്ച് വൈബാക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മളതൊക്കെ മേടിച്ചത്. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഈ ഉപ്പിലിട്ട സാധനങ്ങളോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ എനിക്ക് ഇവൾ കുറേ ഉപ്പിലിട്ട മാങ്ങയും ഇതൊക്കെ എനിക്ക് തന്നു. ഞാനത് ആർക്കും കൊടുക്കാണ്ടിരുന്ന് തിന്നുക കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് തിന്നുകയാണ് ഞാൻ. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് നേരെ വൈകിട്ടത്തെ ഫുഡ് കപ്പ, മീൻ കറി, ചിക്കൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിലത്തിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. നിലത്തിരുന്ന് TV കണ്ടുകൊണ്ട് കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ എണീക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓരോരുത്തരായിട്ട് എണീറ്റാൽ മാത്രമാണ് നമ്മുടെ അമ്പലത്തിൽ പോക്ക് നടക്കുള്ളൂ. നമ്മളത് കാരണം ഓരോരുത്തരായിട്ട് എണീറ്റ് ഒരുങ്ങാനും മേക്കപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. കുറേ പേര് അവിടെ റീല് ചെയ്യാനുള്ള ഈ തിരക്കിൻ്റെ ഇടയിലും റീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നിത്യയുടെ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി. ഞങ്ങൾ പോകുന്നത് പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിലേക്കാട്ടോ. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫേമസ് അമ്പലമാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും മഴ പെയ്തു. പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങൾ മഴയത്ത് പോയി ഭഗവാനെ നല്ലോണം തൊഴുത് തിരിച്ചു പോന്നു. അപ്പോൾ നമുക്ക് കുറേ പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ബ്രേക്ക്ഫാസ്റ്റ്, പുട്ട്, മുട്ടക്കറി, ഏത്തപ്പഴം, മുട്ട റോസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചായ കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീണ്ടും റീൽ പരിപാടിയിലേക്ക് ഞങ്ങൾ വീണ്ടും പോയി. അത് കഴിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ വീണ്ടും വന്നപ്പോൾ അടുത്ത ഫുഡിങ് സെഷൻ തുടങ്ങി. നല്ല ചിക്കൻ ബിരിയാണി, ഇങ്ങനെ ദമ്മ് പോലെ, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഓരോ സൈഡായി. വൈകിട്ട് വീണ്ടും ഞങ്ങൾക്ക് ചായയും ഏലാഞ്ചിയും എല്ലാം കഴിച്ചു. വയറ് നിറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ വയറ് പൊട്ടുക ആ അവസ്ഥയും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബിസ്മിയുടെ അച്ഛനാട്ടോ നമുക്ക് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്